നമസ്കാരം. ഹോർമൂസിൽ വീണ്ടും യുദ്ധഭീഷണിയുടെ കനൽ. ഗൾഫ് കടലിടുക്കിൽ അമേരിക്കൻ പടക്കപ്പലുകൾ വളയമുറുക്കുമ്പോൾ ഇറാനും പിന്നോട്ടില്ല. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ ജീവരേഖയായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും ആഗോള ആശങ്കയുടെ കേന്ദ്രമാവുകയാണ്. ഇറാനെതിരായ ഉപരോധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി 20-ലേറെ അമേരിക്കൻ യുദ്ധക്കപ്പലുകളാണ് മേഖലയിൽ വിന്യസിച്ചിരിക്കുന്നത്. വാണിജ്യ കപ്പലുകൾക്ക് വഴിതിരിച്ചുവിടൽ നിർദ്ദേശം നൽകുകയും കപ്പൽ ഗതാഗതത്തിന് മേൽ സമ്മർദ്ദം ശക്തമാക്കുകയും ചെയ്തതോടെ ഗൾഫ് മേഖലയുടെ സുരക്ഷ മാത്രമല്ല, ആഗോള ഊർജ്ജ വിപണിയും ആശങ്കയിലാണ്. ഇറാന് മേലുള്ള ഉപരോധം കർശനമാക്കുന്നതിന്റെ ഭാഗമായി ഹോർമൂസ് കടലിടുക്കിൽ 20-ലധികം യുദ്ധക്കപ്പലുകളാണ് വിന്യസിച്ച അമേരിക്ക ശക്തമായ യുദ്ധമുറയിലേക്ക് കടക്കാൻ പോകുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്താണ് അമേരിക്ക ഈ നീക്കം നടത്തുന്നതെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. US നേവിയുടെ ഡിസ്ട്രോയർ കപ്പലായ USS റോസ് ഉൾപ്പെടെയുള്ളവ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഹോർമൂസിൽ ഒരു വെടിയൊച്ച കൂടി ഉയർന്നാൽ അതിന്റെ പ്രകമ്പനം ഗൾഫ് തീരങ്ങളിൽ മാത്രം ഒതുങ്ങില്ല. എണ്ണവിലയിലും ചരക്കു നീക്കത്തിലും ആഗോള സമ്പദ് വ്യവസ്ഥയിലും അതിന്റെ ആഘാതമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഒരേ ഒരു ചോദ്യം: ഹോർമൂസിൽ അമേരിക്കയും ഇറാനും നേർക്കുനേർ എത്തുമോ? ഓഗസ്റ്റ് 9 വരെയുള്ള കണക്കനുസരിച്ച് ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച 55 വാണിജ്യ കപ്പലുകളെ വഴിതിരിച്ചുവിട്ടതായും 2 എണ്ണത്തിൽ പരിശോധനകൾ നടത്തിയതായും US സൈനിക കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ ഹോർമൂസ് കടലിടുക്കിലൂടെ പുതിയ ഷിപ്പിംഗ് പാതകൾ ഒരുക്കുന്നതിനായി ഇറാനും ഒമാനും തമ്മിലുള്ള കരാർ അവസാന ഘട്ടത്തിലാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാക്ചി അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഈ ജലപാത തുറക്കുന്നതിന് അമേരിക്ക തങ്ങളുടെ നിബന്ധനകൾ പാലിക്കണമെന്നാണ് ഇറാന്റെ ഇപ്പോഴത്തെ നിലപാട്. എന്നാൽ ഇറാൻ തങ്ങളുടെ വാഗ്ദാനങ്ങൾ കൃത്യമായി പാലിച്ചാൽ മാത്രമേ ഉപരോധം പിൻവലിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്ന് US ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമൂസിലെ ഇപ്പോഴത്തെ സാഹചര്യം ഒരു സാധാരണ നയതന്ത്ര തർക്കമല്ല. കടലിൽ യുദ്ധക്കപ്പലുകളും കരയിൽ ഉപരോധവും ചർച്ചാമേശയിൽ കടുത്ത നിബന്ധനകളും 3 തലങ്ങളിലായാണ് അമേരിക്കയും ഇറാനും നിലവിൽ ഏറ്റുമുട്ടുന്നത്. അമേരിക്കൻ നീക്കം ഇറാന് മേൽ സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കാനുള്ളതാണെങ്കിലും അതിന്റെ പ്രത്യാഘാതം ഇറാനിൽ മാത്രം ഒതുങ്ങില്ല. ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗതം താളം തെറ്റുമ്പോൾ എണ്ണ, വാതകം, ചരക്കു നീക്കം എന്നിവയെല്ലാം അതിന്റെ ആഘാതം നേരിടേണ്ടി വരും. ഇറാനാകട്ടെ ഹോർമൂസ് തുറക്കുന്നതിനെ അമേരിക്കൻ സൈനിക സാന്നിധ്യവും ഉപരോധങ്ങളും ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അതിനാൽ ചർച്ചകൾ മുന്നോട്ട് പോകണമെങ്കിൽ ഇരുപക്ഷവും ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടി വരും. പക്ഷേ അതിനിടയിൽ കടലിൽ തുടരുന്ന സൈനിക സാന്നിധ്യമാണ് ഏറ്റവും വലിയ ആശങ്ക. ഒരു തെറ്റായ കണക്കുകൂട്ടൽ, ഒരു തെറ്റായ നീക്കം ഹോർമൂസിനെ വീണ്ടും തുറന്ന യുദ്ധഭൂമിയാക്കാൻ അതുമാത്രം മതിയാകും. അതുകൊണ്ട് തന്നെ ലോകം കാത്തിരിക്കുന്നത് ഹോർമൂസ് തുറക്കുമോ എന്നറിയാനല്ല, അമേരിക്കയും ഇറാനും ഈ പ്രതിസന്ധിയെ നയതന്ത്രത്തിന്റെ മേശയിലേക്ക് തിരികെ കൊണ്ടുവരുമോ അതോ യുദ്ധക്കപ്പലുകളുടെ ഭാഷയിൽ തന്നെ മറുപടി പറയുമോ എന്നറിയാനാണ്. ഹോർമൂസിലെ ഓരോ നീക്കവും ഇനി ആഗോള സമ്പദ് വ്യവസ്ഥയുടെ തന്നെ ശ്വാസം മുട്ടിക്കുന്ന നീക്കമായി മാറുകയാണ്. എന്തും സംഭവിക്കാവുന്ന പൊട്ടിത്തെറിയുടെ അതിനിർണായക മണിക്കൂറുകളിലൂടെ ലോകം കടന്നു പോകുമ്പോൾ പ്രാർത്ഥനയോടെ ലോകം ഉറ്റുനോക്കുകയാണ്.